ഇതാണ് ഡെലിവറി നടക്കുന്ന ഇവരെ ലേബർ സ്യൂട്ട്. ഹായ് ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത്തിക്കെ ഇന്ന് വാവ വന്ന് നമ്മളെ റൂമിലെത്തി. അതെ, അപ്പോ മീമിനും കവിയും വാവിയും ഇന്നലെ അവര് ഇപ്പുറത്തെ റൂമിലേക്ക് മാറ്റി. അപ്പൊ റൂമിലാണുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മളെ സന്തോഷം നമ്മൾ ഇന്നലെ വീഡിയോയിലൂടെ പറഞ്ഞതിനും ഇന്നലെ പ്രസവിച്ച ഉടനെ ഒരു വാവിനെല്ലാം കാണിച്ച് നമ്മൾ വേഗം നമ്മളെ കുടുംബത്തിലേക്ക് അറിയിച്ചതിനും. അപ്പം ഇന്ന് കുട്ടി ഇങ്ങോട്ട് വന്നു. അപ്പം ഇന്നലെ നമ്മൾ അവിടെ അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള കുറച്ച് വിശേഷങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ലേബർ റൂമെല്ലാം കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള കുറച്ച് വിശേഷങ്ങളെല്ലാം നമ്മൾ ഇന്നലെ വീഡിയോ ആയിട്ട് എടുത്തതിന് പക്ഷേ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ ആ സന്തോഷം വേഗം ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കുടുംബത്തിലേക്ക് അത് അറിയിക്കും ഇതിന്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങേക്ക് വരുന്നു. അതുപോലെ തന്നെ നമ്മളെ നേരത്തെ വന്നതിന് ശേഷം കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഇന്ന് കാണാം. അതുപോലെ തന്നെ അമ്മയും കുഞ്ഞും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും എല്ലാവരും നന്ദി, സന്തോഷം. അപ്പോൾ നമുക്ക് ഇന്നലത്തെ വിശേഷങ്ങൾ മുതൽ ഇങ്ങോട്ടേക്ക് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, അഡ്മിറ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, ഡോക്ടർ വന്നു, ഇന്ന് വന്നിട്ട് അഡ്മിറ്റ് ആയിക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോയിന്ന്. അപ്പോൾ ഞാൻ നാളെ രാവിലെ എത്തുന്നു. ഇന്ന് അനുവും ഉള്ളതും ഒറ്റക്കാക്കി പോയിട്ടുണ്ടെങ്കിലോ ഞാൻ രാവിലെ ഇല്ല നാളെ എന്തായാലും പുതിയൊരു ബാബ നമ്മളെ വീട്ടിലേക്ക് വരുന്നത്. നമ്മളെ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഒന്നും ബുദ്ധിമുട്ടില്ലാണ്ട് ആയിട്ട് ഒരു ബാബേനെ നമ്മളെ കയ്യിൽ കിട്ടട്ടെ. നിങ്ങളെല്ലാരും പ്രാർത്ഥനയും വേണം. അപ്പൊ ഒന്നും ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു വിഷമം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മള് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തി. ഹായ് ഹായ്. അപ്പോൾ കാവ്യ ഇതിലെ ഗൈനിക്കിന്റെ കോർഡിനേറ്റർ ആണ്. അപ്പം നമ്മളിവിടെ ഗൈനിക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മള് ചെക്കപ്പിന് വരുന്ന സ്ഥലം. പക്ഷെ നമുക്കിപ്പം ഒന്നോടെ പോകേണ്ടത് ലേബർ റൂമിലേക്കാണ്. ഇപ്പം അഡ്മിഷൻ്റെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നീ കുഞ്ഞു നോക്കാൻ പോന്നെ കേട്ടോ. കുഞ്ഞുമ്പാവിനെ മേടിക്കണ്ടേ. നമ്മളങ്ങനെ മിംസ് ഹോസ്പിറ്റലിലെത്തി. റൂമിലേക്ക് ഇവിടെ വന്നു. ഇത് ലേബർ സ്യൂട്ടിനാണ് വന്നത്. ഇതിൻ്റെ അകത്താണ് ഉള്ളത്. നല്ല കഴിക്കാൻ വെച്ചിട്ടുണ്ട്. ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ട് റൂമിലേക്ക് വിടാൻ പറഞ്ഞിന്. പിന്നെ നാളെ രാവിലെ പൊളിച്ചിട്ട് 4 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു. ഇതണ്ട റൂം വേണ്ട, ഇവിടെയാണല്ലേ. സ്ഥലം ഫുഡും കാര്യങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫുള്ളായിട്ട് കടന്ന് ഇതിങ്ങനെ കാണിച്ചു പോകൊണ്ടിരിക്കും. അനക്കം കാര്യങ്ങളെല്ലാം അങ്ങനെ ഇടല്ലേ. ഇവിടെ 2-3 നേഴ്സുമാരെല്ലാം ഉണ്ട്. ഇത് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുമല്ലേ, ഹസ്ബൻഡിൻ്റെ അടുത്ത് തന്നെ നിൽക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കാം കേട്ടോ. നേഴ്സല്ലേ, ഇവിടെ നല്ല ഇതാണ് കേട്ടോ. ഇവരെല്ലാവരുമായിട്ട് നമ്മൾ നല്ല പരിചയമാണ്. വന്ന് പരിചയമാണ്. അമ്മേൻ്റെ ഒപ്പം വന്നിട്ട് പരിചയമാണ്. അമ്മേൻ്റെ കൂടെ വന്നിട്ട് നല്ല ഇതാണ്. അതുകൊണ്ട് എല്ലാവരുമായിട്ട് അറിയാം നമുക്ക്. ഒന്നാമത് നമ്മളെ കുടുംബ അംഗങ്ങളിൽ നിർത്തിച്ചു. അതുകൊണ്ട് എല്ലാവരെയും പ്രത്യേകം അറിയാവുന്ന കവി നമ്മളവിടെ കൂടുതൽ ആൾക്കാർ നമ്മുടെ വീട്ടിൽ ഉള്ള അതേ ഫീലിനാണ് ഉള്ളത്. അപ്പോൾ മിംസിൽ നമ്മൾ മുമ്പും അമ്മേനെയും കൊണ്ട് മിംസിൽ കുറേ നാൾ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ കവീൻ്റെ ഏറ്റവും ഇവിടെ വന്നു. നല്ല ഇതാട്ടാ, ഇതുണ്ടാ ഇങ്ങനെയുള്ള ഇതിൻ്റെ പുറത്തേക്ക് നല്ല വഴിയുണ്ട്. നേഴ്സുമാരിലുണ്ട്, ഞാൻ പയ്യെ കാണിച്ചു തരാം കേട്ടോ. ഇതൊന്നും ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് നമ്മൾ കാണുന്നില്ല. എൻ്റെ ഒരു കൗതുകത്തിൽ കാണിക്കുന്നതെന്ന് വരുന്ന വിചാരിക്കരുത്. ഇത് ഈ ഹോസ്പിറ്റലിൽ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ അല്ലേ ചിലർ പറയും ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വീഡിയോ എടുത്തിന് പോയിരിക്കേണ്ട കാര്യങ്ങളിലുണ്ട് കേട്ടേടാ. ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നല്ലേ ഡെലിവറി പരിപാടി.
ഡെലിവറി ഉണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുപോലെ ഋത്തിക്കും അമ്മയും എല്ലാം അങ്ങുണ്ട് ഉണ്ട്. ചേച്ചിയുണ്ട്, രാണേച്ചി. ആ കവിയും കൂടി അവിടെ വന്നിട്ട് നമുക്ക് അടുത്തെല്ലാം കാണാം. അപ്പോൾ അതുവരെ റെസ്റ്റ് ഫുഡ് കൊണ്ട് ചിന്നട്ടേടാ കഴിച്ചിട്ട് റെസ്റ്റ് എടുത്താൽ മതി. കണ്ണൂർ ചാലക്കുളം മിംസ് ഹോസ്പിറ്റലിൽ മാതൃ ശിശു സൗഹൃദ ആശുപത്രിയായിട്ട് അംഗീകരിച്ചതാണ്. ഇതിൻ്റെ അടുത്ത് കാര്യങ്ങളിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇരുന്നിട്ട് എല്ലാം വായിക്കലാണ് കേട്ടാ. വേറെല്ലാം എങ്ങനെ എല്ലാം വായിച്ചല്ലേ? ഞാൻ പറയുന്നില്ല കേട്ടോ, തീർന്ന് ഇനി ഒന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ലേബർ റൂമിൽ കയറുന്നത്. ലേബർ റൂമിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ കയറാൻ പറ്റിയിട്ടില്ല. അച്ഛല് വൈകിട്ടായി പിന്നെ ആണുങ്ങളെ ഹോസ്പിറ്റലിൽ കയറ്റൂല, അങ്ങനെയല്ല. ഇത് ലേബർ സ്യൂട്ടാണ്. ഇത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാം, ഇതിനുള്ളിലേക്ക് നിൽക്കാം. അതുപോലെ തന്നെ മേലെ റൂമും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഋത്തിക്കും അമ്മയെല്ലാം മേലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇവിടെ ഇങ്ങനെ പോകാനും വരാനുള്ള സ്ഥലം. ഇത് തൊട്ടപ്പുറത്തെ സ്ഥലമുണ്ട്. ഇവിടെ നിൽക്കാൻ പേടിയാണെങ്കിൽ അപ്പുറത്തേക്ക് പോകാം. ഇതിനെന്തോ പറയാനുണ്ട് ഈ ലേബർ സ്യൂട്ടിന്. ഒരു ലേസ് വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം. എനിക്ക് മാത്രം ഫുഡ് എനിക്ക് തന്നാലേ ഞാൻ തിന്നും. നല്ല ചപ്പാത്തി, നല്ല കുറുമ വന്നിട്ടാ, നല്ല രസമുണ്ട്. ടേസ്റ്റ് നോക്കുന്ന ഇല്ലില്ല, കണ്ടിരുന്നില്ല. ഞാൻ അവർക്ക് ഋത്തിക്കിന് ഇടയ്ക്ക് മേടിക്കണല്ലോ. തായ്മ മേടിച്ചിട്ട് കൊണ്ടുകൊടുക്കാം. വേണ്ട പിന്നെ ഇല്ലില്ല, എനിക്ക് വേറെ എന്തെങ്കിലും വേണം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെ ഈ ലേബർ സ്യൂട്ടിൽ ഇവിടെ ഫുഡും കാര്യങ്ങളെല്ലാം ഇവർ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പേഷ്യന്റിന് മാത്രമാണ്. നമുക്കിങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അല്ലേ? ഇത് തിന്നതിനിടക്ക് 2 വായി ചപ്പാത്തി ഞാനും നിർബന്ധിച്ചുകൊണ്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തിയും കുറുമ നല്ല ടേസ്റ്റ് ഉണ്ട്. അതെല്ലാം ഊരി വെച്ചേട്ടാ അവളെ മഴയെല്ലാം വെച്ചു. ലേബർ റൂമിലെ ഫുഡ് നല്ല രസമുണ്ട്. ചപ്പാത്തി കുറച്ചും കൂടി വേണമല്ലേ? നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ, നല്ല ടെൻഷൻ ഉണ്ട്. അപ്പോൾ കുറക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലോ നമ്മൾ അപ്പുറം പറയലാണ്. അതെല്ലാം നമ്മളെ കുടുംബത്തിൽ എങ്ങനെയാണ് നമ്മൾ വെറുതെ പേർക്ക് നമ്മൾ ടെൻഷൻ പുറത്തുള്ള അല്ലെങ്കിൽ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ വർത്തമാനം പറഞ്ഞെല്ലാം സെറ്റാക്കി. അപ്പോൾ പറയുമ്പോൾ അങ്ങനെ നമ്മൾ പറയാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ, പക്ഷെ കാണുന്നതല്ല. നല്ല കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു പ്രാർത്ഥനകളിലുണ്ട്. എല്ലാവരും നമ്മളെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന എന്തായാലും വേണോ? അതെ, കവിക്കുണ്ടാവും എന്തായാലും. അപ്പോൾ വെയിറ്റ് ചെയ്യലാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് 1.5 മണിക്ക് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരും. അതുവരെ റൂമിൽ നിൽക്കാൻ പറഞ്ഞില്ലേ. ഇതിലിടക്ക് എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൂട്ടിയിട്ട് വരും. ഇപ്പോൾ റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു താഴെ ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡെല്ലാം മേടിച്ചിട്ട് മേലെ കൊണ്ട് കൊടുക്കണത്ര. അവരിങ്ങനെ കാത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ രാത്രി വേദന വരുന്നതെന്ന് നോക്കിയിട്ട് ഇതാണ് പരിപാടി. അപ്പോൾ കാത്തിക്കാം. ഇതാണ് ഡെലിവറി നടക്കുന്ന ഇവരെ ലേബർ സ്യൂട്ട്. അതുപോലെ ഇങ്ങോട്ടേക്കൊരു ഹാളുണ്ട് കേട്ടോ, നേഴ്സുമാരില്ല പുറത്തുള്ള. അപ്പോൾ നമുക്കിതൊന്ന് കാണാം. എന്താ ഇടിക്കുന്നൊരു സംഭവം. ഇതെന്നാ ഓവനാ? അവി എന്നാ ഇത്? ഫ്രിഡ്ജുണ്ട് കേട്ടോ. ഒന്നുമില്ലാത്ത അതിൻ്റെ അകത്ത്. അപ്പോൾ ഇങ്ങനെ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യാം. ഹസ്ബൻഡിന് മാത്രമേ ഉള്ളിലേക്ക് ഇതുള്ളൂ. അപ്പോൾ ഇടിങ്ങനെ അവരാങ്ങുന്ന പേടിയിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് മാറിയിക്കാം അല്ലേ? ഇതാണ് കുട്ടീനെ കുട്ടീൻ്റെ പിന്നെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കടത്തിയിട്ടാണ് തുടക്കലും പിടിക്കലും ഇല്ല. ഇവിടെയാണ് സിസ്റ്റർ പറഞ്ഞത്. നമ്മളിപ്പോൾ റൂമിലേക്ക് തിരിച്ചു പോകാൻ ഇനിയിപ്പോൾ പൊളിച്ചൊക്കെ വരാമെന്ന് പറഞ്ഞു. ഇവിടെയാണ് നമ്മളെ റൂം. കവിയുടെ റൂം അതല്ലേ നമ്മളെ റൂം ഇവിടെയാട്ടാ. ഇത് കുറേ ആൾക്കാരുണ്ട്.
വെച്ചിട്ടുണ്ട്. അമ്മ കൊടുത്തു ഞാൻ പറയും നല്ല മൂക്കാടുന്ന് തണുക്കുന്നുണ്ടാവും. ഇല്ല അമ്മ അവിടെ AC ഒന്നുമില്ല, അങ്ങനെ ചെറുങ്ങനെ ഉള്ളു. നല്ല മൂക്കാടുന്ന് വെറുക്കുന്നുണ്ടാവും. ഞാൻ അവളോട് പറയുമെന്ന്. വീടി അതേപോലെ തന്നെ സംഭവം ഉണ്ട്. നമ്മുടെ ആടെ എങ്ങനെയാണോ ഇതായ അതുപോലെ തന്നെ ഇടിയുണ്ട്. അപ്പോൾ ഇവരെ ലേബർ സ്യൂട്ട് റൂം ഇങ്ങനെയാണ്. ഇവിടെ ഇവർക്കുള്ള റൂം കുട്ടിക്കും അമ്മക്കെല്ലാം ഇവിടെ ഇത് ആടെ കിടക്കുന്ന ഒരു ഇതുണ്ട്. അവിടെ കിടക്കാൻ പറ്റും, നല്ല വലുത് തന്നെ. പിന്നെ ഇവിടെ ഇങ്ങനെ എത്തിയാൽ ഇടിയുണ്ട് സ്ഥലം. ഇവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഫ്രൂട്ട്സ് കാര്യങ്ങളുണ്ട്. ഇവിടെ ജ്യൂസ് പോലത്തെ സംഭവമുണ്ട്. പിന്നെ എല്ലാ ചായ വെക്കണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ബാത്റൂം അപ്പുറത്തും ഇപ്പുറത്തും ഓപ്പൺ ആയിട്ടുണ്ട്. ബാത്റൂം അങ്ങോട്ട് പോവാ ഇങ്ങോട്ടും വരാം. അങ്ങനെ 2 ബാത്റൂം. ഇത്തിക്ക് ഇടുന്നുണ്ടാക്കി ഇത്തിക്കെ ഞാൻ ശ്രീമായിനെ വിളിച്ചു. ബോറടിക്കുന്നുണ്ട്. ശ്രീമായിക്ക് ബോറടിക്കുന്നോലും നാട്ടിൽ നിന്നെല്ലാം വിളിയാട്ടാ. പൊന്നമ്മയും മണിയാട്ടെല്ലാം അങ്ങനെ വിളിക്കുന്നുണ്ട്. വിളിച്ചു. മണി ഞാൻ ഓളായിട്ട് വർത്താനം പറഞ്ഞേ. ഒരേ വിളിയാ. എന്നെ കുറെ വട്ടം വിളിച്ചു. ശ്രീമായ പറഞ്ഞു ഭാവി ആയപാട് ഞാൻ എടുക്കുന്നേ. അപ്പഴേ പറഞ്ഞു ഇല്ല ഞാൻ എടുക്കുന്നു. അതല്ലേ ഭാവി ഇങ്ങേക്ക് വന്നിനി. നമുക്ക് വണ്ടിയിലെ സാധനങ്ങളുടെ റൂമിലേക്ക് ആ റൂമിലേക്ക് എടുക്കാം. കൊച്ചേന്റെ പോയാ മതിയാ. അല്ല വെള്ളം നമുക്ക് ചൂടുവെള്ളം. എന്നാ പിന്നെ പോയിട്ട് ഇത് ബ്രഷ് ആണ്. ഇത് ബ്രഷ് ഇതല്ലാണ്. ഇത് ഹാൻഡ് വാഷ് ആണ്. 2 ബ്രഷ് ഉണ്ട്. ഒരു ഹാൻഡ് വാഷ് ഉണ്ട്. ഇത് കുളിച്ചിട്ടാണോ പോകാനത്? രാവിലെ 3:30 മണിക്ക് അവര് ലാബ് കേട്ടോ. എല്ലാവർക്കും 3 മണിക്ക് എണീച്ച് രാവിലെ കുളിക്കാൻ പഠിച്ചിട്ട് വൈകുന്നേരം കുളിക്കുന്ന കവിയാണ്. ഇനിയിപ്പോ രാവിലെ പൊച്ചക്ക് എണീച്ച് കുളിക്കണം എന്ന് പറയുന്നുണ്ട്. ചൂടുവെള്ളം കിട്ടും, പച്ചവെള്ളം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കുളിച്ച് ഞാനേച്ചി നേരത്തെ നമ്മളെപ്പുറം വന്നിന് കേട്ടാ. അപ്പൊ നമ്മള് കാണിക്കാൻ പറഞ്ഞ നേരം കാണിക്കാൻ ചോട്ടത്തിലേക്കാണ്. പിന്നെ അവളടുക്ക് ആയിപ്പോയില്ലേ നാളെ. അപ്പൊ നമ്മള് രാത്രി പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ ഡ്രസ്സെല്ലാം എടുക്കാൻ വേണ്ടിട്ട്. പകല് വന്നിവിടെ ഫുള്ള് ആളായിരിക്കും. അപ്പോൾ മിംസിന്റെ രാത്രിയിൽ ഇത് വേണ്ട. രാത്രി ആയതുകൊണ്ട് ആരുമില്ല. ഇല്ല പകലിലാണെങ്കിൽ ആരായിരിക്കും വേണ്ട. ഇങ്ങനെ കാണില്ലേ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഹോസ്പിറ്റൽ വെൽ ട്രീറ്റ് യു വെൽ കണ്ണൂർ. അപ്പൊ നമ്മളങ്ങ് പുറത്തേക്ക് പോന്ന്. നമ്മള് ദുബായി പോയല്ലേ ഇല്ലടത്തേക്ക് അല്ലേ? അതേപോലെ ഉണ്ട് കേട്ടാ. എന്താ ഇതോ ഗ്രാമമരവും കാര്യമില്ലായിട്ട്. അപ്പൊ ഇതുവരെ പുതിയ ബിൽഡിംഗ് ആണ്. ഇതിന്റെ പുറകിലാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. വണ്ടി ആദ്യം വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മള്. ഭാവിയിൽ എടുക്കേണ്ടത് അവൻ ആദ്യം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. നമ്മള് എല്ലാ സാധനവും നമ്മൾ ഇങ്ങോട്ട് എടുത്ത് 3 മണിയാകുമ്പോൾ എണീക്കണം. ഓക്ക് കുളിച്ച് ഫ്രഷായി എന്നിട്ട് ലേബർ റൂമിലേക്ക് പറഞ്ഞേക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഓളവിടെ കിടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കിടന്നോ, കുറച്ച് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറക്കം നോക്കും വരുമായിരിക്കൂല. കൊറേ സമയം 10 മണി ആയി. ഉറങ്ങുന്നില്ല. ഞാനിപ്പോ കുറച്ച് സമയം കിടന്നില്ല. ഒന്നും പേരിക്കണ്ട. ജോട്ടല്ലേ അതന്നെയാണ് പേടി. ഞാനതിൻ്റെ ഉള്ളിൽ വരുന്നില്ല പോരെ. ഗവി ഒന്നും വിചാരിക്കണ്ട. എന്ത് വിചാരിക്കണ്ട? ഒന്നും വിചാരിക്കണ്ട. പലത്തിക്കേ കണ്ടാ എത്തിക്കല്ല. കണ്ട എന്ത് ധൈര്യാന്ന്. നമ്മള് എല്ലാ സ്ത്രീകളും ഇങ്ങനെ ഒരാളും ഈ അനുഭവം അനുഭവിച്ചിട്ടല്ലേ ഈ ഭൂമിയിൽ ഓരോരോ ആൾക്കാരുള്ളത്. ആ കുഞ്ഞിനെ കാണുമ്പോൾ വേദന നല്ല ഉണ്ടാവും. ഓരോ സ്ത്രീയും വേദന അനുഭവിക്കുന്നുണ്ടാന്ന്. നമ്മളെ മക്കളെല്ലാം എവിടെയെങ്കിലും പോയാൽ കുറച്ച് വരാൻ വൈകിപ്പോയാലെല്ലാം വിളിക്കുന്നതും പറയുന്നതും നമുക്കൊരു വേവലാതി ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് ഈ വേദനയാണ് ഓർമ്മ വരിക. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് രാവിലെ എല്ലാം സന്തോഷമായിട്ട് നടക്കട്ടെ. കത്തിക്കാം.
തുണി അങ്ങോട്ടാക്കണേ. അമ്മ വരാട്ടാ വയ്യ കുറച്ച് നിന്നിട്ട് അമ്മ റൂമിൽ വരും. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും പ്രാർത്ഥനയും അതുപോലെ എല്ലാവരും വിചാരിച്ച പോലെ തന്നെ സന്തോഷത്തോടെ വാവ വന്നു. രണ്ടാളും സുഖമായിരിക്കുന്നത്, ഉറങ്ങുന്നുണ്ട് അപ്പുറത്ത്. അപ്പോൾ ഇന്നലെ അതിൻ്റെ ക്ഷീണമില്ല, അപ്പോൾ ഉറങ്ങുന്നുണ്ട്. രാവിലെ എണീച്ചു വീണ്ടും ചായലും കുടിച്ചിട്ട് ആദ്യം കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ നിന്ന് എത്തിക്കാൻ നീ ഉറങ്ങിയപ്പോൾ ഇവിടെ. അപ്പോൾ കർണാടകത്തിൽ നിന്ന് ഇന്നലത്തെ ഉറങ്ങാത്തതുകൊണ്ട് മിഞ്ഞാന്നെല്ലാം ഉറങ്ങിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് കവിന് അങ്ങനെ അവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് തിരക്കാണ്, കുട്ടീനെ കൂട്ടി അങ്ങോട്ട് പോകണം. എൻ്റെ കൈക്ക് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണ്ട ഇതെല്ലാവർക്കും അങ്ങോട്ട് കുട്ടീനെ കൂട്ടിയിട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങോട്ട് പോകണം. അങ്ങനെ കുറച്ച് തിരക്കുള്ള ദിവസമാണ്. പിന്നെ വൈകുന്നേരം നോക്കിയിട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റുമോ എന്നെല്ലാം അറിയണം. അങ്ങനെയെല്ലാം ഉള്ളത്. അപ്പോൾ ഇന്നിനിപ്പം വീഡിയോ എടുക്കാനോ ഇതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഒന്ന് വേഗം ഇന്നലത്തെ വിശേഷങ്ങളിലൊന്ന് പങ്കുവെച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് നാളെ എല്ലാ ഓള് വന്നതിന് ശേഷം അവനെയും കവിൻ്റെ എന്താ പറയുക ഒക്കെ ഇന്നലെ പറഞ്ഞു മേലെ വീട്ടിലുണ്ടാവുക. അപ്പോൾ അത് ഇന്നലെ പറഞ്ഞത് എല്ലാവരുടെ അടുത്തും വന്നവിടെ ഒന്ന് മുണ്ടപ്പോൾ അതെല്ലാം ഞാൻ നാളത്തെ വീട്ടിൽ നമുക്ക് കാണാം. എന്തായാലും അവന് അമ്മേനെയും കുഞ്ഞിൻ്റെ കൂടുതൽ വിശേഷം നമുക്ക് നാളെ വീട്ടിൽ പറയാം.